ഹലോ, നമുക്കുണ്ടല്ലോ മനുഷ്യരെ രണ്ട് രീതിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് അകറ്റി നിർത്താം. അതിലാദ്യത്തേത് അവരെ പരിപൂർണമായും വെറുത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ പുറത്ത് ആക്കി നിർത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, നാം അവരോട് അവരുടെ ജീവിത സാഹചര്യങ്ങളോട് മനഃപൂർവ്വം പുലർത്തുന്ന ഒരു നിസ്സംഗ മനോഭാവമുണ്ട്. എന്താണെന്നറിയാമോ അത്? അവരെയും അവരുടെ സാഹചര്യങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ജോർജ് ബെർണാഡ് ഷാ എന്ന എഴുത്തുകാരൻ പറയുന്നത്, നമ്മുടെ സഹജീവികളോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ അപരാധം അവരെ വെറുക്കുക എന്നുള്ളതല്ല, പിന്നെയോ അവരോട് മനുഷ്യത്വരഹിതമായി നിസ്സംഗത കാണിക്കുക എന്നുള്ളതാണ്. നിനക്കൊരു പക്ഷേ ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ടും, നമ്മുടെ ശാരീരികമോ മാനസികമോ വൈകാരികമോ ആയ ആവശ്യങ്ങൾ അറിഞ്ഞിട്ടും അത് കണ്ടില്ല എന്നും കേട്ടില്ല എന്നും നടിക്കുന്ന ചില ബന്ധങ്ങൾ നമുക്കുണ്ടായേക്കാം. നിന്റെ കഷ്ടപ്പാടുകൾക്ക് നേരെ കണ്ണടയ്ക്കുക, നിന്റെ സഹായത്തിനായുള്ള അഭ്യർത്ഥനകളെ അവഗണിക്കുക, നിന്റെ സന്തോഷത്തിലും സങ്കടങ്ങളിലും പങ്കുചേരാതിരിക്കുക. അങ്ങനെ ഇഞ്ചിഞ്ചായി നിന്നെ കൊല്ലാൻ ഒരാൾക്ക് സാധിക്കും. ഒരാൾ നമ്മളെ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഒരു പക്ഷേ ആ ബന്ധങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ നമ്മളെ അവഗണിക്കുന്നതിൻ്റെ ആഴം, നമ്മോടുള്ള പെരുമാറ്റ രീതികൾ നമ്മളെ നിശബ്ദമായി അവർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നേരെ, നമ്മുടെ വ്യക്തിത്വത്തിന് നേരെ നടത്തപ്പെടുന്ന നിശബ്ദമായൊരു ആക്രമണമാണ്. ഒരു പക്ഷെ വാക്കുകൾ കൊണ്ട് പറഞ്ഞവസാനിപ്പിക്കാവുന്ന ബന്ധങ്ങൾ നമുക്ക് വലിയ വേദനകൾ നൽകില്ലായിരിക്കാം. എന്നാൽ ഒന്നും പറയാതെ നമ്മളോട് നിസ്സഹകരണവും നിസ്സംഗതയും പുലർത്തുന്ന ചില മനുഷ്യരുണ്ട്. അവരാണ് നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ടും നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും നമ്മോടൊപ്പം നടക്കാത്തവർ, അല്ലെങ്കിൽ നൈസായി നമ്മളെ ഒഴിവാക്കുന്നവർ, അവരുടെ അവഗണനയുടെ പട്ടികയിൽ നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുന്നവർ. ഒരു പക്ഷേ നിന്നോടെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളെ ഉള്ളൂ അവർക്കും നമുക്കുമിടയിൽ. പക്ഷെ അവരത് പറയുകയുമില്ല. എന്നാൽ അവർ നമ്മളെ നിരന്തരമായി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. മനുഷ്യത്വമില്ലായ്മയുടെ അടയാളമാണത്. നമ്മളത് ആരോടും ചെയ്യരുത്. നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ താല്പര്യമില്ല എന്ന് പറഞ്ഞൊഴിയാൻ മാനുഷികമായ അവകാശം നമുക്കുണ്ട്. പക്ഷേ ഒരാളെ അറിഞ്ഞുകൊണ്ട് മൈൻഡ് ചെയ്യാതിരിക്കുകയും അയാളുടെ ജീവിത സാഹചര്യങ്ങളോട് ഒരു തരത്തിലും സാമീപ്യം പുലർത്താതിരിക്കുകയും അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയും ചെയ്യുന്നത് വേദനാജനകമായ ഒന്നാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കാണാനും പ്രതികരിക്കാനുമുള്ള അചഞ്ചലമായ പ്രതിബദ്ധത മാനുഷിക ബന്ധങ്ങളിൽ പ്രധാനമാണ് കേട്ടോ. അവരുടെ വിജയങ്ങളെ ആഘോഷിക്കാനും അവരുടെ പതർച്ചകളിൽ ചേർന്ന് നിൽക്കാനും മാനുഷിക ബന്ധങ്ങളിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നീയെങ്കിലും അറിഞ്ഞുകൊണ്ട് ആരോടും അങ്ങനെ ചെയ്യരുത്. താല്പര്യമില്ലെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞ് സ്നേഹപൂർവ്വം ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചാൽ അതല്ലേ ഏറ്റവും മനോഹരം. അതിനു പകരം ഹൃദയത്തിൽ പകയും ഉള്ളിൽ വിദ്വേഷവും വെച്ചുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നമുക്ക് എങ്ങനെ നിസ്സംഗതയോടുകൂടി ഒഴിവാക്കാനാകും? ആ ഒരു നിസ്സംഗത മരവിപ്പിക്കുന്നതാണ്. ആ നിസ്സംഗത കൊല്ലാതെ കൊല്ലുന്നതാണ്. ആരോടും അത് ചെയ്യരുത് കേട്ടോ. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.